ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ അവിയലാണ്. അവിയലിന് ഇതിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ലാസ്റ്റ് പറയാം. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതോ അതെല്ലാം ഞങ്ങളെ അറിയിക്കണേ. നമ്മൾ അവിയലിന് ചേർക്കുന്ന സാധനങ്ങൾ ഇതെല്ലാമാണ് പച്ചക്കറിയെ. ഏത് പച്ചക്കറി വേണമെങ്കിലും അവിയലിന് ചേർക്കാൻ കുഴപ്പമൊന്നും വരില്ല. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. വെണ്ടയ്ക്ക മാത്രം ചേർക്കാൻ പാടില്ല. വെണ്ടയ്ക്ക ചേർത്താൽ അവിയൽ ഈ കുഴഞ്ഞിട്ട്, വെണ്ടയ്ക്കയ്ക്ക് കൊഴുപ്പ് കൂടുതലല്ലേ, അപ്പോൾ അവിയൽ കുഴഞ്ഞ് നമുക്ക് കോരി വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിപ്പോൾ. അപ്പോൾ ഇതെല്ലാമാണ് ഞങ്ങൾ ചേർക്കുന്നത്. പയർ ചേർക്കുക, അതിന് പകരം പയറില്ലാത്തത് കൊണ്ട് ഞാൻ 2 ബീൻസ് എടുത്തിട്ടുണ്ട്. അമരപ്പയർ ചേർക്കാം, അതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്കിതെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാവേ. അപ്പം നമ്മുടെ പച്ചക്കറിയെല്ലാം ഇവിടെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേവിക്കാനിടാവേ. ഞാൻ കുക്കറിലാണ് പച്ചക്കറി വേവിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ പച്ചക്കറി വേവും. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടാം. ഇതിലേക്ക് നമുക്ക് ഇനി പച്ചക്കറി ഇട്ട് കൊടുക്കാവേ. എൻ്റെ കുക്കർ നിറഞ്ഞു പോയി. അത് കുഴപ്പമില്ല, എല്ലാം വേഗം വാടി വേകുന്ന പച്ചക്കറികളാണ്. അതുകൊണ്ട് വേഗം വാടുന്നതുകൊണ്ട് അത് താന്നോളും. അപ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിൽ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം വേഗം വേവുന്ന പച്ചക്കറികളാണല്ലോ. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം മതി, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. കുക്കറിലായത് കാരണേ നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ വേവിക്കാം. ഒരു വിസിലേ കേൾക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കുഴഞ്ഞു പോവേ. ഇനി നമുക്ക് ഇത് അരച്ചോണ്ട് വരാവേ. നമുക്ക് വേണമെന്നത് കുറച്ച് ജീരകം. കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, കാരണം ജീരകമാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ വെളുത്തുള്ളി ഞാൻ കുറച്ചേ ചേർക്കാറുള്ളൂ, ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അതും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പച്ചമുളക്, കരിവേപ്പില നമുക്ക് ലാസ്റ്റ് ഇടാം. തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പച്ചക്കറി ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഗ്യാസ് കത്തിക്കാം. എല്ലാം വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം പാകമായിരുന്നു. നമുക്ക് ഇത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ അരപ്പെല്ലാം ഇവിടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാവേ. എനിക്ക് കുറച്ച് അരയുന്ന ഇതാണ് ഇഷ്ടം, തേങ്ങയല്ല. ചിലർക്ക് കുറച്ചേ അരയുന്ന ഇഷ്ടം ഉണ്ടാവുള്ളൂ. അത് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. കുക്കറിൽ വേവിക്കുമ്പം കുറച്ച് കുഴഞ്ഞ് തന്നെ ഇരിക്കുള്ളൂ. കുഴഞ്ഞത് ഇഷ്ടമില്ലാത്തവർ ഒരിക്കലും കുക്കറിൽ വെക്കാൻ നിൽക്കരുതേ. അല്ലാതെ പാത്രത്തിൽ വേവിച്ചാൽ മതി. ഒരു 5-10 മിനിറ്റൊക്കെ വെച്ചേക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. 5 മിനിറ്റ് മതിയാവും. ഇത് നമുക്കിനി കുറച്ച് കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ലാസ്റ്റ്. ഇനി ഇതിലെ സ്പെഷ്യൽ സാധനം പറഞ്ഞിരിക്കുന്നത് ഈ തൈരിൻ്റെ കാര്യമാണ്. തൈര് ഒഴിക്കുന്നത് ഓണം സ്പെഷ്യൽ അവിയലൊക്കെ വയ്ക്കുമ്പോൾ തൈര് ഒഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ഇത് ചിലർ ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തൈര് കുറച്ച് ചേർത്താൽ മതി, ഒരുപാടായാലും ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ കുറച്ച് തൈര് ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.